തൃശൂർ ജനറൽ ആശുപത്രിയിലെ ഡയാലിസിസ് സംവിധാനം തകരാറിലായിട്ട് മാസങ്ങൾ പിന്നിട്ടു. ആറന്മുള ഉപരോധിച്ച് രോഗികൾ. 4 ഡയാലിസിസ് മെഷീനുകൾ ഉടൻ സ്ഥാപിക്കുമെന്ന് അധികൃതർ. അളഗപ്പ നഗർ കോൺഗ്രസിൽ ഗ്രൂപ്പ് തർക്കം. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് സിപിഐയുടെ വോട്ട്. കൊടുങ്ങല്ലൂരിൽ ബൈക്ക് അപകടത്തിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി മരിച്ചു. ശ്രീനാരായണപുരം അഞ്ചങ്ങാടി സ്വദേശി അനഖാണ് മരിച്ചത്. പെരിഞ്ഞനത്ത് നിയന്ത്രണം വിട്ട കാർ കടയിലേക്ക് ഇടിച്ചുകയറി. വടക്കഞ്ചേരി ബൈപ്പാസ് റെയിൽവേ മേൽപ്പാലം ഒഴികെയുള്ള ഭാഗത്തിന്റെ DPR തയ്യാറാക്കുന്നതിനായുള്ള പ്രാരംഭ നടപടികൾ തുടങ്ങി. അഞ്ചങ്ങാടി കടപ്പുറം ഹൈസ്കൂളിന് സമീപം യുവാക്കൾ തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ 2 പേർക്ക് കുത്തേറ്റു. മയക്കുമരുന്ന് സംഘങ്ങൾ മൂലം മേഖലയിൽ സ്വൈരജീവിതം നഷ്ടപ്പെടുന്നതായി നാട്ടുകാർ. നമസ്കാരം. വിശദാംശങ്ങളിലേക്ക്. തൃശൂർ ജനറൽ ആശുപത്രിയിൽ ഡയാലിസിസ് രോഗികൾ ആറന്മുളയെ ഉപരോധിച്ചു. കഴിഞ്ഞ 10 മാസമായി ഡയാലിസിസ് മെഷീനുകൾ കൃത്യമായി പ്രവർത്തിക്കുന്നില്ലെന്ന് ആക്ഷേപം. ജനറൽ ആശുപത്രിയിൽ സ്ഥിരമായി ഡയാലിസിസ് നടത്താറുള്ള 30ഓളം രോഗികളാണ് സൂപ്രണ്ട് ഓഫീസിലെത്തി പ്രതിഷേധിച്ചത്. സൂപ്രണ്ട് സ്ഥലത്തില്ലാത്തതിനാൽ രോഗികൾ ആറന്മുളയെ ഉപരോധിച്ചു. തൃശൂർ കോർപ്പറേഷന് കീഴിലുള്ള ആശുപത്രിയിൽ 10 ഡയാലിസിസ് മെഷീനുകളാണ് ഉള്ളത്. ഈ മെഷീനുകളുടെ കാലാവധി കഴിഞ്ഞതുമൂലം കൃത്യമായ രീതിയിൽ പ്രവർത്തിക്കുന്നില്ലെന്ന് രോഗികൾ പറഞ്ഞു. എല്ലാ മെഷീനുകളും ഒരേ സമയം പ്രവർത്തനരഹിതമായതോടെ രോഗികൾ വലഞ്ഞു. ശരിയായി ചികിത്സിക്കാനാകുന്നില്ലെങ്കിൽ തങ്ങളെ ദയാവധത്തിന് വിധേയമാക്കണമെന്ന് രോഷാകുലരായ രോഗികൾ ആവശ്യപ്പെട്ടു. ഒരു ദിവസം ജീവൻ നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളോട് പറഞ്ഞത്. എല്ലാവർക്കും തന്നെ സഹായം കൊണ്ടാണ് ഞങ്ങളോട് പറഞ്ഞത്. അത് കഴിഞ്ഞ് ഇവിടെ വന്നു കഴിയുമ്പോൾ വേറെ ഡയാലിസിസും ട്യൂബ് എടുത്ത് കഴിച്ചത് വേറെ എവിടെയും പോയി ചെയ്യാൻ പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ പോയി ചെയ്യാൻ സാധിക്കും. 16 കൊല്ലമായി ഞാൻ ഈ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേപോലെ 22 കൊല്ലമായി അവരാണ് ജീവിക്കണം കൊച്ചിയുടെ. വേറെ ഏതാ ആശ്രയിക്കുക? സാറൊന്ന് മനസ്സിലാക്കി നോക്കി. രോഗികൾ സമരം ആരംഭിച്ച വിവരമറിഞ്ഞ് കോർപ്പറേഷൻ അധികൃതർ സ്ഥലത്തെത്തി. ആശുപത്രി അധികൃതരുമായും രോഗികളുമായും ചർച്ച നടത്തി. 4 ഡയാലിസിസ് മെഷീനുകൾ അടിയന്തരമായി എത്തിച്ച് വെള്ളിയാഴ്ച മുതൽ ചികിത്സ പുനരാരംഭിക്കുമെന്ന് അധികൃതർ ഉറപ്പ് നൽകി. ഇതേ തുടർന്ന് കുത്തിരിപ്പ് സമരം നടത്തിയ രോഗികൾ സമരം അവസാനിപ്പിച്ചു. ഡെപ്യൂട്ടി മേയർ ML റോസി, കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK ഷാജൻ എന്നിവരാണ് ചർച്ച നടത്തിയത്. രോഗികൾ സമരം നടത്തിയതറിഞ്ഞ് BJP തൃശൂർ മണ്ഡലം പ്രസിഡന്റ് രഘുനാഥ് C മേനോനും ആശുപത്രിയിൽ എത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക് TCV. അളഗപ്പ നഗർ കോൺഗ്രസിൽ ഗ്രൂപ്പ് തർക്കം. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് CPIയുടെ വോട്ട്. അളഗപ്പ നഗർ കോൺഗ്രസിലെ ഗ്രൂപ്പ് തർക്കവും ചേരിപ്പോരും രൂക്ഷമായി. അളഗപ്പ നഗർ പഞ്ചായത്ത് ഭരണസമിതി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റിന്റെ പിന്തുണയോടെ മത്സരിച്ച പ്രിൻസി ഡേവിസ് നറുക്കെടുപ്പിലൂടെ വിജയിച്ചു. തിരഞ്ഞെടുപ്പ് ധാരണ പ്രകാരം പ്രസിഡന്റ് മാറിയതോടെ തുടങ്ങിയ പടലപ്പിണക്കമാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിലും പ്രകടമായത്. 4 അംഗങ്ങളുള്ള വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനത്തേക്കാണ് ബുധനാഴ്ച തെരഞ്ഞെടുപ്പ് നടന്നത്. കോൺഗ്രസിന് 3ഉം CPIയുടെ 1 അംഗത്തിനുമായിരുന്നു വോട്ടവകാശം. സാധാരണ നിലയിൽ മത്സരത്തിന് സാധ്യതയില്ലാത്ത തെരഞ്ഞെടുപ്പിൽ പഞ്ചായത്ത് പ്രസിഡന്റ് K രാജേശ്വരി പ്രിൻസിയെ നിർദ്ദേശിച്ചു. ഇതോടെ എതിർ ഗ്രൂപ്പിലെ ദിനിൽ പാലപ്പറമ്പിൽ, പ്രിൻസ് അരിപ്പാലത്തുകാരൻ എന്നിവർ മത്സര സന്നദ്ധത അറിയിച്ചു. ദിനിൽ ഉറച്ചു നിന്നതോടെ കോൺഗ്രസുകാർ തമ്മിലുള്ള മത്സരത്തിന് വേദിയൊരുങ്ങി. സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലെ CPI അംഗം അശ്വതി പ്രിൻസിക്ക് വോട്ട് ചെയ്തതോടെ 2 പേർക്കും ഈ 2 വോട്ട് വീതമായി. തുടർന്ന് നടന്ന നറുക്കെടുപ്പിൽ പ്രിൻസി വിജയിക്കുകയായിരുന്നു. പ്രസിഡന്റ് CPI അംഗത്തെ വശത്താക്കിയാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി പിടിച്ചെടുത്തതെന്നാണ് എതിർപക്ഷത്തിന്റെ ആരോപണം. നേരത്തെയുള്ള തെരഞ്ഞെടുപ്പ് ധാരണ അട്ടിമറിച്ചാണ് K രാജേശ്വരി പ്രസിഡന്റായതെന്നും മറുപക്ഷം പറയുന്നു. TCV പുതുക്കാട്. കൊടുങ്ങല്ലൂരിൽ ബൈക്ക് അപകടത്തിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി മരിച്ചു. ശ്രീനാരായണപുരം അഞ്ചങ്ങാടി കൊണ്ടിയാറ അജിതന്റെ മകൻ അനഖാണ് മരിച്ചത്. 19 വയസ്സായിരുന്നു. ചൊവ്വാഴ്ച വൈകിട്ട് കോട്ടപ്പുറം ടോളിന് സമീപത്തായിരുന്നു അപകടം. ബസ്സിന് സൈഡ് കൊടുക്കുന്നതിനിടയിൽ നിയന്ത്രണം വിട്ട ബൈക്ക് ബസ്സിലിടിച്ച് റോഡിൽ വീഴുകയായിരുന്നു. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മാഞ്ഞാലി എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിയായ അനഖ് കോളേജിൽ നടക്കാനിരുന്ന ഓണാഘോഷത്തിന്റെ ഒരുക്കങ്ങൾക്ക് ശേഷം വീട്ടിലേക്ക് മടങ്ങും വഴിയാണ് അപകടത്തിൽപ്പെട്ടത്. പെരിഞ്ഞനത്ത് ദേശീയപാതയിൽ നിയന്ത്രണം വിട്ട കാർ കടയിലേക്ക് ഇടിച്ചു കയറി. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ബുധനാഴ്ച പുലർച്ചെ 12:30 പെരിഞ്ഞനം തെക്കേ ബസ് സ്റ്റോപ്പിനടുത്താണ് അപകടമുണ്ടായത്. തെക്ക് ഭാഗത്തു നിന്ന് വന്നിരുന്ന കാർ മുന്നിലുണ്ടായിരുന്ന മറ്റൊരു കാറിലിടിച്ച് നിയന്ത്രണം വിട്ട് അമ്മൂസ് ഫുട്വെയർ എന്ന സ്ഥാപനത്തിലേക്കാണ് ഇടിച്ചു കയറിയത്. കടയുടെ ഷട്ടറും ഉള്ളിലെ ഗ്ലാസ് ഷോക്കേസും പൂർണ്ണമായും തകർന്നു.
ദേശീയപാത കുട്ടനല്ലൂരിൽ നിയന്ത്രണം വിട്ട ലോറി മറിഞ്ഞു. നാമക്കല്ലിൽ നിന്നും വളം കയറ്റി പെരുമ്പാവൂരിലേക്ക് പോവുകയായിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണം. ദേശീയപാതയും സർവീസ് റോഡും വേർതിരിക്കുന്ന ഡിവൈഡർ ഇടിച്ചു തകർത്ത ലോറി സർവീസ് റോഡിന് കുറുകെ മറയുകയായിരുന്നു. ഡ്രൈവർ മാത്രമാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത്. ഇയാൾ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. മറിഞ്ഞ ലോറിയിലുണ്ടായിരുന്ന വളത്തിലെ പുഴുക്കൾ സമീപത്തെ വീട്ടിലേക്ക് അരിച്ചുകയറിയത് വീട്ടുകാരെ ദുരിതത്തിലാക്കി. വാഹനം മറിഞ്ഞതോടെ ഏറെ നേരം സർവീസ് റോഡിലൂടെയുള്ള ഗതാഗതവും തടസ്സപ്പെട്ടു. ക്രെയിൻ എത്തിച്ചാണ് ലോറി മാറ്റിയത്. വടക്കാഞ്ചേരി ബൈപ്പാസ് റെയിൽവേ മേൽപ്പാലം ഒഴികെയുള്ള ഭാഗത്തിന്റെ DPR തയ്യാറാക്കുന്നതിനായുള്ള പ്രാരംഭ നടപടികൾ ആരംഭിച്ചു. കൊടുങ്ങല്ലൂർ ഷൊർണൂർ സ്റ്റേറ്റ് ഹൈവേ 22-ൽ വടക്കാഞ്ചേരി ഓട്ടുപാറ നഗരങ്ങളിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിനായി നിർദ്ദേശിക്കപ്പെട്ട വടക്കാഞ്ചേരി ബൈപ്പാസ് പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിനായുള്ള തുടർ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു നീങ്ങുകയാണെന്ന് സേവ്യർ ചിറ്റിലപ്പള്ളി MLA അറിയിച്ചു. നിർദ്ദിഷ്ട ബൈപ്പാസിന്റെ അവസാന ഭാഗത്ത് അകമലയിൽ നിർമ്മിക്കേണ്ട റെയിൽവേ മേൽപ്പാലത്തിന്റെ DPR തയ്യാറാക്കുന്നതിന്റെ മുന്നോടിയായി മണ്ണ് പരിശോധന കഴിഞ്ഞ ദിവസങ്ങളിൽ ആരംഭിച്ചിരുന്നു. മേൽപ്പാലം ഒഴികെയുള്ള ബൈപ്പാസിന്റെ റോഡും പാലവും ഉൾപ്പെടെയുള്ള DPR തയ്യാറാക്കുന്ന പ്രവൃത്തി ഇതിനോടൊപ്പം സമാന്തരമായി തന്നെ നടക്കണം എന്നാവശ്യപ്പെട്ട് സേവ്യർ ചിറ്റിലപ്പള്ളി MLA പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് കത്ത് നൽകിയിരുന്നു. പൊതുമരാമത്ത് വകുപ്പിന് കീഴിലെ ഹൈവേ ഡിസൈൻ വിഭാഗമാണ് DPR തയ്യാറാക്കുന്നത്. ഇതേസമയം തന്നെ സമാന്തരമായി ബൈപ്പാസിന്റെ മറ്റു ഭാഗങ്ങളുടെ DPRും തയ്യാറാക്കുന്നത് പദ്ധതിയെ വേഗത്തിലാക്കുമെന്ന് MLA പറഞ്ഞു. വടക്കാഞ്ചേരി ബൈപ്പാസിന്റെ DPR തയ്യാറാക്കുന്നതിന് വേണ്ടി നേരത്തെ TAD തയ്യാറാക്കുന്ന പ്രവൃത്തി അകമല കാട്ടിലെ ഗേറ്റ് ഭാഗത്ത് KRI കമ്പനി ആരംഭിച്ചിരുന്നു. അതിന്റെ സോയിൽ ടെസ്റ്റ് മറ്റു നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സമാന്തരമായി ബൈപ്പാസിന്റെ മറ്റു ഭാഗങ്ങൾ സോയിൽ ടെസ്റ്റ് നടത്തിയും അലൈൻമെന്റ് പൂർണ്ണമാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ മേൽപ്പാലത്തിന്റെ നടപടികളോടൊപ്പം തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന ഒരു നിർദ്ദേശം ഇതുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനോട് അഭ്യർത്ഥിച്ചിരുന്നു. നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ, വൈസ് ചെയർപേഴ്സൺ ഷീല മോഹനൻ തുടങ്ങിയവർ MLAയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. TCV ന്യൂസ്, വടക്കാഞ്ചേരി. അഞ്ചങ്ങാടി കടപ്പുറം ഹൈസ്കൂളിന് സമീപം യുവാക്കൾ തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ 2 പേർക്ക് കുത്തേറ്റു. കടപ്പുറം കോളനിപ്പടി സ്വദേശി ഉവൈസ്, അഞ്ചങ്ങാടി സ്വദേശി സാലി എന്നിവർക്കാണ് കുത്തേറ്റത്. ഇരുവരെയും തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു സംഭവം. നേരത്തെ ഉണ്ടായ സംഘർഷത്തിന്റെ തുടർച്ചയായാണ് സംഘട്ടനമെന്ന് പറയുന്നു. മുനക്കക്കടവ്, അഞ്ചങ്ങാടി, തൊട്ടാപ്പ്, സുനാമി കോളനി എന്നീ മേഖലയിലുള്ളവരാണ് സംഘത്തിലുള്ളത്. മയക്കുമരുന്ന് സംഘങ്ങൾ മൂലം മേഖലയിലെ സ്വൈരജീവിതം നഷ്ടപ്പെടുന്നതായി നാട്ടുകാർ പറഞ്ഞു. ചിമ്മിനി ടൂറിസം മേഖലയിലേക്ക് KSRTCയുടെ ഉല്ലാസയാത്ര ആരംഭിക്കാൻ തീരുമാനം. ആമ്പലൂരിൽ നിന്നും ടൂറിസം സർക്യൂട്ടിന്റെ ഭാഗമായുള്ള യാത്ര ലോക ടൂറിസം ദിനമായ ഈ മാസം 27-ാം തീയതി ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലാണ് സംഘടിപ്പിക്കുന്നത്. പുതുക്കാട് KSRTC സ്റ്റാൻഡുമായും സർവീസുമായും ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് KK രാമചന്ദ്രൻ MLAയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. പുതുക്കാട് KSRTC ഡിപ്പോയിലേക്ക് കൂടുതൽ ഡ്രൈവർമാരെ നിയമിച്ച് മുടങ്ങിക്കിടക്കുന്ന സർവീസുകൾ പുനരാരംഭിക്കുമെന്ന് DTO TA ഉബൈദ് അറിയിച്ചു. യോഗത്തിൽ കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത്, അളഗപ്പനഗർ പഞ്ചായത്ത് പ്രസിഡന്റ് K രാജേശ്വരി, ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് MLA ചെയർമാനും പുതുക്കാട് KSRTC ഇൻസ്പെക്ടർ കൺവീനറുമായി ജനകീയ കമ്മിറ്റി രൂപീകരിച്ചു. കൊടുങ്ങല്ലൂർ ശ്രീനാരായണപുരം ആമണ്ടൂരിൽ ഹോട്ടലുകളിൽ മോഷണം. പണവും ലോട്ടറി ടിക്കറ്റുകളും ഭക്ഷ്യവസ്തുക്കളും കവർന്നു. ആമണ്ടൂർ സെന്ററിലുള്ള ഫ്രണ്ട്സ് ഹോട്ടൽ, ആമണ്ടൂർ പടിഞ്ഞാറ് വശമുള്ള വാപ്പാന്റെ കട എന്നിവിടങ്ങളിലാണ് മോഷണം നടന്നത്. കുഴിക്കാട്ട് ബാബുവിന്റെ ഉടമസ്ഥയിലുള്ള ഫ്രണ്ട്സ് ഹോട്ടലിൽ നിന്നും 4000 രൂപയും 1500 രൂപ വിലയുള്ള ലോട്ടറി ടിക്കറ്റുകളും നഷ്ടപ്പെട്ടു. കുട്ടുങ്ങപ്പറമ്പിൽ സൈനുദ്ദീന്റെ ഉടമസ്ഥയിലുള്ള ചായക്കടയിൽ നിന്നും 1500 രൂപയും ബിസ്ക്കറ്റ്, അണ്ടിപ്പരിപ്പ് എന്നിവയും നഷ്ടപ്പെട്ടിട്ടുണ്ട്. മതിലകം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. വന്ന് വിലവെടുപ്പിന് പോയപ്പോൾ കട തുറന്നു വെക്കണുണ്ട്. അങ്ങനെ എന്നെ വിളിച്ച് ഞാൻ വന്ന് നോക്കിയപ്പോൾ മേശൻ്റെ പൈസയും കുറേ ചില കാശും 10,000 രൂപ ഉണ്ടായിരുന്നതൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ എന്താ എടുത്തതെന്ന് അറിയില്ല. ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ വെള്ളമൊക്കെ കൊണ്ടുവരുന്ന തോന്നുന്നു. എന്തൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിൽ എടുത്തിട്ടുണ്ട് എന്ന് വ്യക്തമായിട്ട് അറിയാൻ പറ്റില്ല. രാവിലെ കട തുറന്നു കഴിഞ്ഞപ്പോൾ ഈ വാതിൽ തുറന്നെടുക്കണ്ട പടയ്ക്കാൻ മറന്നാണെന്ന് വിചാരിച്ചത്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ചേച്ചി വന്നിട്ട് എന്നോട് പറഞ്ഞു ഇവിടെയൊക്കെ തുറന്നെടുക്കണ്, എന്തോ മോഷണം പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. മേശ തുറന്നു നോക്കിയപ്പോൾ അതിലൊന്നുമില്ല. 4000 രൂപ വരെ എടുത്ത് പോയിട്ടുണ്ട്. പിന്നെ 1500 രൂപ വരെ ടിക്കറ്റ്, ഇന്ന് കണ്ട ടിക്കറ്റ്. പുതുക്കാട് ചെങ്ങാലൂരിൽ വിവാഹ വിരുന്നിനെത്തിയ 11 പേർക്ക് ഭക്ഷ്യവിഷബാധയേറ്റു.
ചെങ്ങാലൂർ എസ്എൻപുരം തെങ്ങിൽ ഗിരിജന്റെ മകളുടെ വിവാഹത്തിന് മുന്നോടിയായുള്ള വിരുന്നിനിടെ വിളമ്പിയ ഭക്ഷണത്തിൽ നിന്നാണ് വിഷബാധയേറ്റത്. 3 വയസ്സുള്ള കുട്ടിയുൾപ്പെടെ 6 പേർ കൊടകരയിലെ സ്വകാര്യ ആശുപത്രിയിലും 5 പേർ ഷൊർണൂരിലെ സ്വകാര്യ ആശുപത്രിയിലും ചികിത്സയിലാണ്. ചെങ്ങാലൂരിലെ ശാന്തി കാറ്ററിംഗ് എന്ന സ്ഥാപനത്തിൽ നിന്നാണ് ഇവർ ഭക്ഷണം ഏൽപ്പിച്ചത്. ചിക്കൻ ബിരിയാണിയും മീൻകറിയും കഴിച്ചവർക്കാണ് ഭക്ഷ്യവിഷബാധയേറ്റത്. 15 പേരാണ് ചടങ്ങിൽ പങ്കെടുത്തത്. കാറ്ററിംഗ് സ്ഥാപനത്തിനെതിരെ വീട്ടുകാർ പുതുക്കാട് പോലീസിലും ആരോഗ്യ വിഭാഗത്തിലും പരാതി നൽകി. കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു ചടങ്ങ് നടന്നത്. തൊട്ടടുത്ത ദിവസം മുതൽ ഭക്ഷണം കഴിച്ചവർക്ക് ഛർദിയും വയറിളക്കവും പനിയും തലവേദനയും അനുഭവപ്പെടുകയായിരുന്നു. പിന്നീടാണ് ഇവർ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയത്. 4 വയസ്സുകാരിയെ ലൈംഗിക അതിക്രമത്തിനിരയാക്കിയ കേസിൽ പോക്സോ കേസ് പ്രതിയെ ശിക്ഷിച്ചു. ചെറുതുരുത്തി കുളമ്പുമുക്ക് സ്വദേശിയായ പ്ലാക്കൂട്ടത്തിൽ വീട്ടിൽ അബൂബക്കറിനെയാണ് വടക്കാഞ്ചേരി ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജി ആർ മിനി ശിക്ഷിച്ചത്. 14 വർഷം കഠിന തടവിനും 70,000 രൂപ പിഴ അടയ്ക്കുവാനുമാണ് ശിക്ഷിച്ചത്. പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ES സീനത്ത് കോടതിയിൽ ഹാജരായി. ഇനി ഓണവിശേഷങ്ങളിലേക്ക്. മലയാളിക്ക് ഓണത്തിന് ഒഴിവാക്കാനാവാത്ത വിഭവങ്ങളാണ് കായ വറുത്തതും ശർക്കര വരട്ടിയും. ഓണസദ്യയിൽ മാത്രമല്ല, ഓണാഘോഷങ്ങളിലും ബന്ധുവീടുകളിലേക്കുള്ള ഓണം കൊണ്ടുപോകലുകളിലുമൊക്കെ വിശിഷ്ട സാന്നിധ്യമാണ് കായ വറുത്തതും ശർക്കര വരട്ടിയും. അതുകൊണ്ട് തന്നെ കായവറ ഉൽപ്പന്ന വിപണി ഓണത്തിന് ആഴ്ചകൾക്ക് മുൻപേ സജീവമാകാറുണ്ട്. ഗുണമേന്മയുള്ള നേന്ത്രക്കായ തൊലി കളഞ്ഞരിഞ്ഞ് ശുദ്ധമായ വെളിച്ചെണ്ണയിൽ വറുത്തെടുത്തും മധുരം ചാലിച്ച മാവിൽ വരട്ടിയെടുത്തുമാണ് കായ വറുത്തതും ശർക്കര വരട്ടിയും മറ്റിനങ്ങളായ 4 നുറുക്കുപ്പേരിയും പഴം വറുത്തതും ഉണ്ടാക്കുന്നത്. നേന്ത്രക്കായയ്ക്കും വെളിച്ചെണ്ണയ്ക്കും വില കൂടുതലാണെങ്കിലും ഉപ്പേരി വിപണിയെ അത് ബാധിച്ചിട്ടില്ല. കിലോയ്ക്ക് 320 രൂപ മുതൽ 420 രൂപ വരെയാണ് വില. പണ്ടൊക്കെ ഓണക്കാലത്ത് വീടുകളിൽ ഉപ്പേരി ഉണ്ടാക്കാൻ മാത്രം പ്രത്യേകമായി നേന്ത്രക്കുലകൾ വാങ്ങിയിരുന്നു. ഇപ്പോൾ വീടുകളിലെ കായവറുക്കലിൻ്റെ ആവേശം ഗൃഹാതുരത്വമുണർത്തുന്ന ഓർമ്മയായി മാറി. മറ്റു പല വിഭവങ്ങൾക്കുമെന്ന പോലെ വിപണി തന്നെയാണ് ഇപ്പോൾ ഉപ്പേരി വറവ് വിഭവങ്ങൾക്കും ആശ്രയം. കുടുംബശ്രീ അയൽക്കൂട്ട കൂട്ടായ്മകൾ, വനിതാ സംരംഭകർ തുടങ്ങി വിവിധ കൂട്ടായ്മകളും വ്യക്തികളും ഈ രംഗത്തുണ്ട്. മുൻവർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ കായവറവ് വിഭവങ്ങൾക്ക് ഡിമാൻഡ് വർദ്ധിച്ചിരിക്കുകയാണെന്ന് വിൽപ്പനക്കാർ പറയുന്നു. എല്ലാ വർഷത്തേക്കാളും കൂടുതൽ ഓണത്തിന് എല്ലാ കോവിഡും മറ്റുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പ്രളയമൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഒന്നിനൊന്നും മെച്ചമായിട്ട് തന്നെ വരുന്നുണ്ട്. എല്ലാ വർഷത്തേക്കാളും ഈ പ്രാവശ്യം കസ്റ്റമേഴ്സ് ഒന്നും കൂടി നേരത്തെ തന്നെ വന്നു തുടങ്ങിയിട്ടുണ്ട്. വിചാരിച്ചേക്കാളും ബിസിനസ് തന്നെയാണ് ഈ വർഷം കിട്ടുന്നത്. വില കൂടുതലുണ്ട്. അതിനെല്ലാം ആ ഒരു സീസണബിൾ പ്രൊഡക്റ്റ് ആണല്ലോ ആ കായ്ക്ക്. അത് എന്തായാലും എല്ലാ വർഷവും തന്നെ ഈ ടൈം ആകുമ്പോൾ ഒരു ഇത്തിരി വില കർഷകർക്കും ഇതുകൊണ്ടൊരു ഉപകാരമാണല്ലോ. എന്തായാലും എല്ലാ വർഷവും ഇങ്ങനെ തന്നെയാണ് ഉണ്ടാവുക. ഊണുമേശയിൽ എത്ര വിഭവം നിരന്നാലും ശീലങ്ങൾ എത്ര മാറിയാലും ഓണത്തിന്റെ രുചിയും മാധുര്യവും പകരുന്ന കായവറുത്തതും ശർക്കര വരട്ടിയും മലയാളിക്ക് എപ്പോഴും പ്രിയങ്കരങ്ങളാണ്. ഫെസ്റ്റിവൽ ഡെസ്ക് TCV. മറ്റു വാർത്തകളിലേക്ക്. കുടിവെള്ളം ലഭിക്കാത്തതിനെ തുടർന്ന് കോതവറമ്പ് മാന്തുരുത്തി നിവാസികൾ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരെ ഓഫീസിൽ തടഞ്ഞുവെച്ചു. ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് പൈപ്പ് മുറിച്ചു മാറ്റിയതിനെ തുടർന്നാണ് കുടിവെള്ള വിതരണം തടസ്സപ്പെടാൻ കാരണം. 1 മാസം മുൻപ് മാന്തുരുത്തി കടവ് നിവാസികൾ പ്രതിഷേധ സമരം നടത്തിയതിനെ തുടർന്ന് 2 ആഴ്ചയ്ക്കകം പുതിയ പൈപ്പ് സ്ഥാപിച്ച് കുടിവെള്ളം എത്തിക്കാമെന്ന് മതിലകം SI രമ്യ കാർത്തികേയന്റെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയിൽ ബന്ധപ്പെട്ട വകുപ്പ് ഉദ്യോഗസ്ഥർ ഉറപ്പു നൽകിയിരുന്നു. എന്നാൽ 1 മാസം പിന്നിട്ടിട്ടും മുഴുവൻ വീടുകളിലേക്കും കുടിവെള്ളം ലഭിക്കാതായതോടെയാണ് നാട്ടുകാർ ഉപരോധ സമരവുമായി വീണ്ടും വാട്ടർ അതോറിറ്റി ഓഫീസിലെത്തിയത്. ഗേറ്റിന് മുൻപിൽ പ്രതിഷേധ ചായ തിളപ്പിച്ച് വിതരണവും നടത്തി. 50ഓളം സ്ത്രീകളാണ് പ്രതിഷേധവുമായി എത്തിയത്. മതിലകം ഇൻസ്പെക്ടർ MK ഷാജി അസിസ്റ്റന്റ് എഞ്ചിനീയറുമായി ചർച്ച നടത്തി 1 മാസത്തിനുള്ളിൽ പുതിയ പൈപ്പിട്ട് ഹോട്ട്ലൈൻ കണക്ഷൻ നൽകി സ്ഥിരം സംവിധാനം ഏർപ്പെടുത്താമെന്ന ഉറപ്പിന്മേൽ സമരം അവസാനിപ്പിക്കുകയായിരുന്നു. ഇപ്പൊ ശരിയാവും എന്ന് പറയണതല്ലാണ്ട് വെള്ളം കിട്ടണില്ല. ഞങ്ങൾ വെറുതെ 700 രൂപ കൊടുത്തിട്ടാണ് വെള്ളം അടിപ്പിക്കണത്. എത്ര ദിവസത്തിനുണ്ടാവും? 700 രൂപ കൊടുത്ത് ഒരു വീട്ടിൽ വെള്ളം അടിച്ചാലും അവർ ശരിയാക്കാന്ന് പറഞ്ഞ്, എന്നിട്ട് ഒരാഴ്ചക്കടുത്ത് ശരിയാക്കാം, പൈപ്പൊക്കെ ശരിയാക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ പറഞ്ഞയച്ചത്. എല്ലാം കഴിഞ്ഞ് ഞങ്ങളെ വീട്ടിലൊക്കെ വെള്ളം വന്നിട്ട് കഴിഞ്ഞ മാസം ഞങ്ങൾ ഇവിടെ ഇതേപോലെ സമരത്തിന് വന്നപ്പോൾ സാറുമാർ വന്നിട്ട് പറഞ്ഞ് ഒരാഴ്ചക്കുള്ളിൽ പൈപ്പ് നോക്കി ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. തന്നിട്ടില്ല. ഇത്
ചേലക്കര SMT GHSS സ്കൂളിലെ വിദ്യാർത്ഥികളുടെ നൂതന ആശയം ദേശീയ ശ്രദ്ധ നേടുന്നു. സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥികളായ KV അശ്വിൻ, ഹെവേന ബിനു എന്നിവർ ചേർന്ന് അവതരിപ്പിച്ച PCR വാട്ട് വാച്ച് എന്ന സയൻസ് പ്രോജക്റ്റാണ് ദേശീയതലത്തിൽ ശ്രദ്ധ നേടിയത്. കഴിഞ്ഞ ദിവസം ബാംഗ്ലൂരിൽ നടന്ന പെട്രോളിയം കമ്പനിയുടെ എഡ്യൂക്കേഷൻ പ്രോഗ്രാമായ ചേഞ്ച് മേക്കേഴ്സ് ഓഫ് ടുമാറോ എന്ന പരിപാടിയിൽ ഇവർ പ്രോജക്റ്റ് അവതരിപ്പിച്ചു. പ്രോജക്റ്റ് ശ്രദ്ധ നേടിയതോടെ ഡിസംബറിൽ നടക്കുന്ന അന്താരാഷ്ട്ര മത്സരത്തിലേക്കും ഇവരുടെ ആശയം തെരഞ്ഞെടുത്തു. കേരളത്തിൽ നിന്ന് ഇത് ഉൾപ്പെടെ 3 പ്രോജക്റ്റാണ് ദേശീയതലത്തിലേക്ക് തെരഞ്ഞെടുത്തിട്ടുള്ളത്. സ്കൂളിലെ ഹൈസ്കൂൾ വിഭാഗം മലയാളം അധ്യാപികയായ ബിജിയുടെയും അക്കൌണ്ടന്റ് വിനോദ് കുമാറിന്റെയും മകനാണ് അശ്വിൻ. മായനൂർ സ്വദേശിയായ ആർമി ഓഫീസർ ബിനു ജോസഫിന്റെയും രമ്യയുടെയും മകളാണ് ഹെവേന. And we actually thought about this problem. How can we reduce the wastage of electricity? We thought about it. We got the answer. PCR what? പാറമേക്കാവ് മുൻ ദേവസ്വം പ്രസിഡന്റ് K. മനോഹരന്റെ നിര്യാണത്തിൽ അനുശോചന യോഗം ചേർന്നു. പാറമേക്കാവ് അഗ്രശാലയിൽ നടന്ന യോഗത്തിൽ പാറമേക്കാവ് ദേവസ്വം പ്രസിഡന്റ് ഡോക്ടർ M. ബാലഗോപാലൻ അധ്യക്ഷത വഹിച്ചു. മുൻ നിയമസഭാ സ്പീക്കർ തറമൽ രാമകൃഷ്ണൻ, തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി K. ഗിരീഷ് കുമാർ, പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി G. രാജേഷ്, പൂരം എക്സിബിഷൻ പ്രസിഡന്റ് രാമകൃഷ്ണൻ, C. വിജയൻ, മുൻ മേയർ K. രാധാകൃഷ്ണൻ, തിരുവള്ളക്കാവ് ദേവസ്വം പ്രസിഡന്റ് A. കുമാരൻ, വടക്കനാഥ ക്ഷേത്ര ഉപദേശക സമിതി സെക്രട്ടറി TR ഹരിഹരൻ, NSS താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുരേശൻ, പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വം ഭാരവാഹികൾ തുടങ്ങിയവർ അനുശോചന യോഗത്തിൽ പങ്കെടുത്തു. അന്തിക്കാട് സർക്കാർ ആശുപത്രി റോഡിൽ വെള്ളം നിറഞ്ഞുകിടക്കുന്ന കുഴിയിൽ വീണ് വീട്ടമ്മയ്ക്കും മരുമകൾക്കും പരിക്കേറ്റു. താന്യം പുതിയ വീട്ടിൽ മുഹമ്മദ് അലിയുടെ ഭാര്യ റംലത്ത്, മരുമകൾ അംന നിസാർ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഭർത്തൃമാതാവിനെ അന്തിക്കാട് സർക്കാർ ആശുപത്രിയിൽ ഡോക്ടറെ കാണിക്കാൻ ഇരുചക്ര വാഹനത്തിൽ വരുന്നതിനിടയിലാണ് അപകടം സംഭവിച്ചത്. പരിക്കേറ്റ ഇരുവരും പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം ആശുപത്രി വിട്ടു. മുൻമന്ത്രി VS സുനിൽകുമാറിന്റെയും CC മുകുന്ദൻ MLAയുടെയും വീടുകളിലേക്ക് പോകുന്ന റോഡും പടിഞ്ഞാറേ ഭാഗത്തു നിന്ന് വരുന്നവർക്ക് അന്തിക്കാട് സർക്കാർ ആശുപത്രിയിലേക്ക് എത്തുവാനുള്ള എളുപ്പമാർഗവുമാണ് ഈ റോഡ്. റോഡ് തകർന്നു കിടക്കുന്നത് മൂലം നിരവധി സ്കൂൾ വിദ്യാർത്ഥികൾക്കും മറ്റും കുഴിയിൽ വീണ് അപകടം പറ്റുന്നതായും സമീപവാസികൾ പറഞ്ഞു. ആശുപത്രിയിലോട്ട് കൂടെ പോകുമ്പോൾ അവിടെ കുറേ കരിങ്കല്ല് പോലത്തെ കല്ലുകൾ കണ്ടിട്ട് ഞാൻ വണ്ടി കൂടെ ഒതുക്കിയതാണ്. ഓപ്പോസിറ്റ് വണ്ടി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ നല്ലൊരു ഗട്ടറിൻ്റെ കൂടെ ആ ഗട്ടറിക്ക് ഞങ്ങൾ വീണു. അപ്പോൾ എൻ്റെ വണ്ടി ഉമ്മ തണ്ടലടിച്ച് വീഴുകയും ചെയ്തു. എനിക്ക് കാലുമ്മ ഒരു ചെറിയൊരു ഇത് പറ്റി. അപ്പോൾ നമ്മളെ റോഡിൻ്റെ അവസ്ഥ ഇപ്പോൾ ഇതാണ്. ഇപ്പോൾ ഈ റോഡ് മാത്രമല്ല, അന്തിക്കാട് ആലിൻ്റെ അവിടുന്ന് പടിഞ്ഞാട്ട് പോകുന്ന റോഡുണ്ട്. അതേപോലെ അന്തിക്കാട് സെൻട്രൽ സ്കൂളിൻ്റെ അവിടുന്ന് കോളിൻ്റെ അവിടേക്ക് പോകുന്ന റോഡ്, അന്തിക്കാട് ആലിൻ്റെ അവിടുന്ന് കിഴക്കോട്ട് പോകുന്ന റോഡ്, എല്ലാ റോഡിൻ്റെ അവസ്ഥ ഇപ്പോൾ ഇങ്ങനെയാണ്. ഇതിൽ കൂടെ ഒരുപാട് സ്കൂൾ വിദ്യാർത്ഥികൾ ഈ റോട്ടിലൂടെ പോകുന്നതാണ്. അപ്പോൾ ഇതിന് എന്തെങ്കിലും കർശനമായിട്ട് തന്നെ എന്തെങ്കിലും നടപടികൾ പഞ്ചായത്ത് എടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നോൺ ബാങ്കിംഗ് ഫിനാൻസ് രംഗത്ത് 30 വർഷത്തെ പാരമ്പര്യമുള്ള അക്വില ഫിനാൻസ് ലിമിറ്റഡിന്റെയും ലയൺസ് ക്ലബ്ബ് ഓഫ് തൃശൂർ കിങ്സിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്കായി ഓണക്കിറ്റ് വിതരണം ചെയ്തു. അക്വില ഫിനാൻസിന്റെ അയ്യന്തോളിലെ കോർപ്പറേറ്റ് ഓഫീസിൽ നടന്ന കിറ്റ് വിതരണം ലയൺസ് ക്ലബ്ബ് ഡിസ്ട്രിക്ട് ഗവർണർ ജെയിംസ് വളപ്പില ഉദ്ഘാടനം ചെയ്തു. അക്വില ഫിനാൻസ് മാനേജിംഗ് ഡയറക്ടർ ജയകുമാർ പുത്തിരത്ത് അധ്യക്ഷത വഹിച്ചു. ലയൺസ് ക്ലബ്ബ് ഓഫ് തൃശൂർ കിങ്സ് സോണൽ ചെയർപേഴ്സൺ ശ്രീകുമാർ കളരിക്കൽ, റീജിയണൽ ചെയർപേഴ്സൺ സുമേഷ്, വൈസ് പ്രസിഡന്റ് ശ്രീനിവാസൻ, സെക്രട്ടറി ജ്യോതിസ് തുടങ്ങിയവർ സംസാരിച്ചു. 1995 തൃശൂരിൽ പബ്ലിക് ലിമിറ്റഡ് NBFC ആയി സ്ഥാപിതമായ അക്വില ഫിനാൻസിന് നിലവിൽ തൃശൂർ, പാലക്കാട് ജില്ലകളിലായി 18 ബ്രാഞ്ചുകളുണ്ട്. RBI നിർദ്ദേശങ്ങൾക്കും നിയന്ത്രണങ്ങൾക്കും അനുസരിച്ച് പ്രവർത്തിക്കുന്നതിനാൽ കമ്പനിയുടെ ഏതൊരു ഇടപാടും സുതാര്യമാണെന്ന് കമ്പനി ഉറപ്പു നൽകുന്നു. ലാഭേച്ഛ മാത്രമല്ലാതെ സാമൂഹ്യ പ്രതിബദ്ധതയിലൂന്നിയ സാമ്പത്തിക സേവനങ്ങൾക്ക് മുൻതൂക്കം നൽകി NBFC മേഖലയിൽ ദീർഘകാല പരിചയസമ്പത്തുള്ള മാനേജിംഗ് ഡയറക്ടർ ജയകുമാർ പുത്തിരത്തിന്റെ സാരഥ്യത്തിൽ വളർച്ചയുടെ പുതിയ പടവുകൾ താണ്ടുകയാണ് അക്വില ഫിനാൻസ്. തൃശൂരിൽ ഓടിക്കൊണ്ടിരുന്ന കാറിൽ നിന്ന് പുക ഉയർന്നത് പരിഭ്രാന്തി പരത്തി. നായ്ക്കനാൽ റോഡ് ഡോക്ടർ AR മേനോൻ റോഡിൽ വെച്ചായിരുന്നു സംഭവം. കാറിന്റെ ബോണറ്റിന്റെ ഭാഗത്തു നിന്നാണ് പുക ഉയർന്നത്. ഇതോടെ യാത്രക്കാർ പുറത്തിറങ്ങി. പിന്നാലെ വലിയ രീതിയിൽ പുക ഉയർന്നതോടെ മറ്റു വാഹനയാത്രികരും പരിഭ്രാന്തിലായി. അല്പനേരം കഴിഞ്ഞ് പുക ശമിക്കുകയും മറ്റ് അപകടങ്ങൾ ഉണ്ടാകാതിരുന്നതും ആശ്വാസമായി. ഫയർഫോഴ്സും സ്ഥലത്തെത്തിയിരുന്നു. കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ ജില്ലാ സമ്മേളനത്തിന് സാഹിത്യ അക്കാദമിയിൽ തുടക്കമായി. സമ്മേളനത്തിന്റെ മുന്നോടിയായി നടന്ന കൌൺസിൽ സമ്മേളനം
കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷൈനി ആന്റണി ഉദ്ഘാടനം ചെയ്തു. കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ജാഫിൻ ജോണി പിൻഹീറോ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി KP ബീന, സംസ്ഥാന കമ്മിറ്റി അംഗം KK സുധീർ, ജില്ലാ ട്രഷറർ റസി P ബേബി, ജോയിന്റ് സെക്രട്ടറി അബിൻ രാജ് തുടങ്ങിയവർ സംസാരിച്ചു. വ്യാഴാഴ്ച നടക്കുന്ന പൊതുസമ്മേളനം CITU ജില്ലാ പ്രസിഡന്റ് KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് പ്രതിനിധി സമ്മേളനം നടക്കും. ഊരകത്ത് യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച പ്രതി അറസ്റ്റിലായി. നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയായ പല്ലിശ്ശേരി സ്വദേശി അമ്പാടത്ത് വീട്ടിൽ രജീഷിനെയാണ് ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി KG സുരേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. ഞായറാഴ്ച വൈകിട്ടായിരുന്നു കേസിനാസ്പദമായ സംഭവം. ഊരകം പല്ലിശ്ശേരിയിൽ വെച്ചാണ് രജീഷ് ആറാട്ടുപുഴ സ്വദേശി ഷൈജുവിനെ വെട്ടിക്കൊലപ്പെടുത്തുവാൻ ശ്രമിച്ചത്. തലയിൽ വെട്ടേറ്റ ഷൈജു ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. മദ്യപാനത്തിനിടെയുണ്ടായ തർക്കമാണ് ആക്രമണത്തിന് കാരണമായതെന്ന് പോലീസ് പറഞ്ഞു. ചേർപ്പ് SHO KO പ്രദീപ്, SIമാരായ PV ഷാജി, സജിപാൽ, റാഫേൽ, ക്രൈം സ്ക്വാഡ് അംഗങ്ങളായ സീനിയർ CPO ES ജീവൻ, CPO KS ഉമേഷ്, സിൻഡി ജിയോ തുടങ്ങിയവർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. തൃശൂർ RT ഓഫീസിൽ സ്ഥിരം RT ഓഫീസറെ നിയമിക്കുക, കെട്ടിക്കിടക്കുന്ന ഫയലുകളിൽ ഉടൻ തീർപ്പാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രൈവറ്റ് ബസ് ഉടമ സംരക്ഷണ സമിതി കളക്ടറേറ്റിൽ ധർണ നടത്തി. ജനാധിപത്യ കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഗോപിനാഥ് തെറ്റാട്ട് ധർണ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന പ്രസിഡന്റ് TA ഹരി അധ്യക്ഷത വഹിച്ചു. 2 വീലർ യൂസേഴ്സ് അസോസിയേഷൻ ചെയർമാൻ ജെയിംസ് മുട്ടിക്കൽ, റജി ആനത്താരക്കൽ, രതീഷ് ആലുക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. ഓണത്തോടനുബന്ധിച്ച് ജില്ലയിൽ വ്യാപകമായി എക്സൈസ് പരിശോധന കർശനമാക്കി. വിവിധ സ്ക്വാഡുകളായാണ് ഓണം സ്പെഷ്യൽ ഡ്രൈവ് നടത്തുന്നത്. പരിശോധനയുടെ ഭാഗമായി വിവിധയിടങ്ങളിൽ നിന്നും കഞ്ചാവും ചാരായവും ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾ പിടികൂടിയിരുന്നു. തീരമേഖല വഴി ലഹരി വസ്തുക്കൾ കടത്തുമെന്ന നിഗമനത്തിൽ കടലിലും പ്രത്യേക പരിശോധന നടത്തുന്നുണ്ട്. ലഹരി കടത്തുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾക്കും എക്സൈസിനെ വിവരം ധരിപ്പിക്കാമെന്ന് എക്സൈസ് വൃത്തങ്ങൾ അറിയിച്ചു. അയ്യന്തോൾ അമർ ജവാൻ പാർക്കിന് സമീപം അമിത വേഗതയിൽ വന്ന കാർ നിയന്ത്രണം വിട്ട് 5 വാഹനങ്ങളിലിടിച്ച് അപകടം. അപകടത്തിൽ യുവതിക്ക് പരിക്കേറ്റു. പാർക്കിന് സമീപം നിർത്തിയിട്ടിരുന്ന വാഹനങ്ങളിലേക്ക് അടക്കമാണ് കാർ ഇടിച്ചത്. കാർ ഓടിച്ച യുവാക്കളെ വെസ്റ്റ് പോലീസ് കസ്റ്റഡിയിലെടുത്തു. ബജറ്റിൽ 2 കോടി രൂപ എസ്റ്റിമേറ്റ് തുകയിൽ ഉൾപ്പെടുത്തിയ നാട്ടിക ബീച്ച് പാർക്ക് നവീകരണം വേഗത്തിലാക്കാൻ ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി CC മുകുന്ദൻ MLA. ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും അടങ്ങുന്ന സംഘത്തോടൊപ്പം സ്ഥലം സന്ദർശിച്ചതിന് ശേഷമാണ് MLA നിർദ്ദേശം നൽകിയത്. ആദ്യഘട്ടം എസ്റ്റിമേറ്റ് തയ്യാറാക്കുവാൻ സ്റ്റീൽ ഇൻഡസ്ട്രിയൽ ലിമിറ്റഡിനെ ചുമതലപ്പെടുത്തിയതായും CR-സെറ്റ് ബാധകമല്ലാത്ത രീതിയിൽ എസ്റ്റിമേറ്റ് 2 മാസത്തിനുള്ളിൽ തയ്യാറാക്കി സർക്കാരിൽ ഭരണാനുമതിക്കായി സമർപ്പിക്കാൻ കഴിയുമെന്നും ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ പ്രേംഭാസ് പറഞ്ഞു. കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച ബീച്ച് വെഡ്ഡിംഗ് ഡെസ്റ്റിനേഷനായി മാറ്റുവാനുള്ള നടപടി സ്വീകരിക്കുമെന്ന് TTPC സെക്രട്ടറി വിജയരാജ് അറിയിച്ചു. MLAയോടൊപ്പം ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ പ്രേംഭാസ്, അസിസ്റ്റന്റ് ടൂറിസം ഇൻഫർമേഷൻ ഓഫീസർ ചാരിക, നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ, വൈസ് പ്രസിഡന്റ് രജനി ബാബു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബിജോഷ് ആനന്ദൻ തുടങ്ങിയവരും ഉണ്ടായിരുന്നു. ഇന്നത്തെ സ്വർണ്ണം വെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6700 രൂപ, പവന് 53,600 രൂപ. വെള്ളി ഗ്രാമിന് 90 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3203 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. വീണ്ടും പ്രധാന വാർത്തകൾ. തൃശൂർ ജനറൽ ആശുപത്രിയിലെ ഡയാലിസിസ് സംവിധാനം തകരാറിലായിട്ട് മാസങ്ങൾ പിന്നിട്ടു. RMO ഉപരോധിച്ച രോഗികൾ. 4 ഡയാലിസിസ് മെഷീനുകൾ ഉടൻ സ്ഥാപിക്കുമെന്ന് അധികൃതർ. അളകപ്പനഗർ കോൺഗ്രസിൽ ഗ്രൂപ്പ് തർക്കം. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് CPIയുടെ വോട്ട്. കൊടുങ്ങല്ലൂരിൽ ബൈക്ക് അപകടത്തിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി മരിച്ചു. ശ്രീനാരായണപുരം അഞ്ചങ്ങാടി സ്വദേശി അനഖാണ് മരിച്ചത്. പെരിഞ്ഞനത്ത് നിയന്ത്രണം വിട്ട കാർ കടയിലേക്ക് ഇടിച്ചു കയറി. വടക്കാഞ്ചേരി ബൈപ്പാസ് റെയിൽവേ മേൽപ്പാലം ഒഴികെയുള്ള ഭാഗത്തിന്റെ DPR തയ്യാറാക്കുന്നതിനായുള്ള പ്രാരംഭ നടപടികൾ തുടങ്ങി.
അഞ്ചങ്ങാടി കടപ്പുറം ഹൈസ്കൂളിന് സമീപം യുവാക്കൾ തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ 2 പേർക്ക് കുത്തേറ്റു. മയക്കുമരുന്ന് സംഘങ്ങൾ മൂലം മേഖലയിൽ സൂര്യജീവിതം നഷ്ടപ്പെടുന്നതായി നാട്ടുകാർ. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.